ഷെക്കിന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഫലം കാണാതെ അനന്തമായി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഒപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ കരീബിയൻ കടലിൽ നിന്ന് മറ്റൊരു അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കരാറ് സംബന്ധിച്ച ചില വ്യവസ്ഥകൾ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇറാനിൽ നടക്കുകയാണ്. മാത്രമല്ല, ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഫോടന സമാനമായിട്ടുള്ള സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഈ ഒരു പോക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സംഘർഷങ്ങൾ അത് നൽകുന്ന സൂചനകൾ എന്തൊക്കെ? സമാധാനത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ജോൺ സാമുവൽ, അന്താരാഷ്ട്ര നിരീക്ഷകനായിട്ടുള്ള ശ്രീ ജോൺ സാമുവൽ. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഗവേണൻസിനെ സംബന്ധിച്ച UNDP ഗ്ലോബൽ പ്രോഗ്രാമിന്റെ മുൻ തലവൻ കൂടിയായിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും മുൻ കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോൺ സാമുവൽ, നമ്മൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ ആ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, ഇപ്പോൾ ഈ പോണ പോക്ക് കണ്ടിട്ട് മിക്കവാറും ഒരു സംഘർഷ സാധ്യതയുണ്ട്. കാരണം ട്രംപ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാന് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പും ഒക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ, പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? കാരണം ഇന്ത്യ വലിയ തോതിലുള്ള നിക്ഷേപങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്, സാമ്പത്തിക സഹായമൊക്കെ ഇറാന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ഇന്ത്യയുടെ ഒരു എക്കണോമിയെ, ഇന്ത്യയെ എങ്ങനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ശ്രീ ജോൺസൺ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, യുദ്ധ ശ്രുതികൾ കേൾക്കുന്നുണ്ടെങ്കിലും യുദ്ധത്തിലേക്ക് പോകും എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. കാരണം 1979 മുതൽ 79 ഷായുടെ ഭരണകൂടത്തെ മറിച്ചു കഴിഞ്ഞ, അതുപോലെ ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞ ശേഷം US-ഉമായിട്ട് ഉള്ള ബന്ധം വളരെ വഷളായിരുന്നു. നമുക്കറിയാം, US-ലെ എംബസിയിൽ നിന്ന് ബന്ദികളാക്കി മാസങ്ങൾ. അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രോക്സി വാർ ഇറാനുമായിട്ട് തുടങ്ങുന്നതിനാണ്, ഇറാഖിനെ ഉപയോഗിച്ചാണ് അമേരിക്ക പ്രോക്സി വാർ നടത്തിയത്. നമ്മൾ മനസ്സിലാക്കണം, ആ പ്രോക്സി വാർ ഏതാണ്ട് 20 വർഷത്തിലധികം നീണ്ടു നിന്നു. 80കളിൽ തൊട്ട് തുടങ്ങിയ ആ യുദ്ധം എങ്ങനെയായി അതിന്റെ പര്യവസാനം നമുക്കറിയാം. അപ്പോ രണ്ടാമത്തെ ഒരു കാര്യം, ഇറാനെ സംബന്ധിച്ചിട്ട് ഇറാന്റെ ഈ ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം 1979 ശേഷം ഇറാന്റെ ഒരു പ്രധാന ഫോക്കസ് ഇസ്രായേലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഒരു വലിയ ശതമാനം ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ മിലിറ്റന്റ് പാരാമിലിറ്ററി ഫോഴ്സ് ഇവര് സൃഷ്ടിച്ചതിന് 40,000-50,000 പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാല്, ഒന്ന്, ഇറാനില് വലിയ സാമ്പത്തിക പ്രശ്നമാണ്, ഇൻഫ്ലേഷൻ, വലിയ ഇൻഫ്ലേഷൻ, അവിടുത്തെ പവർ ഗ്രിഡിന്റെ ക്രൈസിസ്, മൂന്നാമത് അവിടെ അവശ്യ സാധനങ്ങളുടെ പ്രശ്നം. അത് ഒബാമയുമായിട്ട് ഉണ്ടാക്കിയ കരാറ് ട്രംപ് അംഗീകരിക്കാതിരിക്കുകയും ട്രംപ് കൊടുത്ത ഒരു സാങ്ഷന്റെ പ്രശ്നം കൂടെ ആയപ്പോഴത്തേന് ഇറാനില് കഴിഞ്ഞ മെയിൽ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങള് ഈ കഴിഞ്ഞ ഡിസംബർ തൊട്ട് വലിയ പ്രശ്നങ്ങളാവുകയും അവിടെ ഏതാണ്ട് 6,000-7,000 ആളുകളെ കൊല്ലുകയും ചെയ്തു. 20,000 ആളുകൾ ജയിലിലാണ്. അപ്പം ഇറാൻ ഇന്നിപ്പോ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലല്ല, ഒന്നാമത്തെ. അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാന്റെ ഒരു വലിയ ബജറ്റ്, ഇറാന്റെ ബജറ്റിന്റെ 60-65% അവരുടെ എണ്ണയിൽ നിന്ന് വരുന്നു, എണ്ണയിൽ നിന്നും ഗ്യാസ് വന്നു. അതിന്റെ സാങ്ഷൻ ആയതോടുകൂടി ഇവരുടെ എണ്ണ വ്യാപാരം കുറയ്ക്കുകയും ഇവരുടെ ബജറ്റിന് ഭയങ്കര ക്രൈസിസ് വരികയും ചെയ്തു. അത് മാത്രമല്ല, വലിയ അഴിമതി, അവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അഴിമതി നടക്കുകയും വലിയ ഒരു ബജറ്റ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ അവരുടെ ഡിഫൻസിന് വേണ്ടി ചെലവാക്കുന്നു.
അപ്പൊ ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് കാര്യം. ഒന്ന്, ഇറാൻ ഇന്നൊരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്കല്ല, കാരണം അത് അവരുടെ നടുപടി. രണ്ടാമത്തെ കാര്യം, ഇറാനുമായുള്ള യുദ്ധം അത്ര എളുപ്പമല്ല അമേരിക്കയ്ക്ക്. കാരണം അമേരിക്ക ഇതുവരെ ഇറാനെ കൃത്യമായി ആക്രമിച്ചിട്ടില്ല. ഇറാൻ എന്ന് പറഞ്ഞാല് വളരെ ഡീപ്പായ ഒരു സിവിലൈസേഷനാണ്. അതിന് 4000 വർഷത്തെ പഴക്കമുള്ള ഒരു ഡീപ്പ് സിവിലൈസേഷനാണ്. അല്ലാതെ ഒരു പെട്ടെന്ന് പോയി ചെയ്യുന്ന ഒരു കാര്യമല്ല. അമേരിക്കയ്ക്ക് അതറിയാം. വിയറ്റ്നാമിൽ 20 വർഷം 22 വർഷം യുദ്ധം ചെയ്ത് വല്ലാത്ത അവസ്ഥയിലാണ് പോയത്. അതുകൊണ്ട് അമേരിക്കയും ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ ഇസ്രായേൽ അമേരിക്കയെ ഫോഴ്സ് ചെയ്യാണ്. നെതന്യാഹു അമേരിക്കയിൽ പോയി അതിനെ, കാരണം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ ഉണ്ടായാൽ അവരുണ്ടാക്കാൻ തയ്യാറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉപരോധം പിൻവലിക്കണമെന്നുള്ളൊരു ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ അവസരത്തില് ഒന്ന്, യുദ്ധം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇറാൻ യുദ്ധം ചെയ്യാനുള്ളൊരു പ്രിപ്പയർനെസ് അല്ല. US യുദ്ധം ചെയ്യാനുള്ള ഈ വിരട്ടക്കല്ലാതെ US എക്കോണമി നോക്കിയാൽ അവർക്കൊരു യുദ്ധത്തിനുള്ള അവസരമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, യുദ്ധം ഉണ്ടായാൽ ഈ നമ്മൾ ഈ പറയുന്ന GCC കൺട്രീസ്, ഗൾഫ് കൺട്രീസിനെ എല്ലാം അത് ബാധിക്കും. വിമാന സർവീസിനെ അത് ബാധിക്കും. അത് ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ വല്ലാതെ ബാധിക്കും. ഇന്ത്യയുടെ ട്രേഡിങ്ങിനെയും ഇന്ത്യയിലുള്ള ഫോറിൻ റെമിറ്റൻസിനെയും നമ്മുടെ മലയാളികളെ വല്ലാതെ ബാധിക്കും. കാരണം നമുക്കറിയാം കുവൈറ്റ് യുദ്ധം കൊണ്ടും എന്തുകൊണ്ട് മലയാളികൾ കേരളത്തിൽ സംഭവിച്ചത്, അത് കേരളത്തെയും വല്ലാതെ ബാധിക്കും. വ്യക്തമാണ്. ഞാൻ ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരിയിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു. നെതന്യാഹു അമേരിക്കയിൽ പോയി ട്രംപിനെ കാണുന്നു. 7ാമത്തെ തവണയാണ് ഈ ട്രംപിന്റെ രണ്ടാം ടേമിൽ ഇവർ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകൾ കൊണ്ട് ഈ ഒരു സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ സാധ്യമാകും എന്നൊരു പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? കാരണം അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളല്ല ലോകരാഷ്ട്ര നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കുന്നു. ഇപ്പം നെതന്യാഹു വീണ്ടും ഡിമാൻഡ്സ് ഒക്കെ വയ്ക്കുന്നു. ഇവരുടെ പ്രോക്സികൾ ഇല്ലാതാക്കണം, ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന് നേരെ സാങ്ഷൻ അതില്ലാതാക്കണം എന്ന കൃത്യമായ ഡിമാൻഡുകളൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചർച്ചകളിലൂടെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ, ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരി? ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകള് ഖമനേയി ഉണ്ട്, നെതന്യാഹു ഉണ്ട്, ട്രംപ് ഉണ്ട്. ഇതെല്ലാവരും മക്കളുടെ ആരും ഫ്ലെക്സിബിൾ ക്യാരക്ടറുള്ള ആളുകളല്ല. ഖമനേയും നെതന്യാഹുവും ഒരേപോലെയുള്ള ആളുകൾ, വളരെ സ്റ്റബൺ ആയിട്ടുള്ള ആളുകൾ, ഒരു തരത്തിലും ഫ്ലെക്സിബിൾ അല്ല. നേരെ മറിച്ച് ട്രംപ് പറയുന്നത് ബിസിനസ് ലൈക്കാണ്. അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഡിഫറെന്റ് ആണ്. അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹം എന്താണ് പ്രവർത്തിക്കുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അദ്ദേഹം ഒന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ കുറേയും കൂടി എക്കോണമി നോക്കിയും ആളുകൾ കേൾക്കാൻ സാധ്യതയുള്ള പരിക്കുകൾ നോക്കിയും അദ്ദേഹത്തിന്റെ സുഹൃതരാജ്യങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള പരിക്ക് നോക്കിയും ഒക്കെ അദ്ദേഹം ചെയ്യാൻ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് ഖമനേയിയോ അല്ലെങ്കിൽ നെതന്യാഹുവോ ആ കാറ്റഗറി പെടുന്നവരല്ല. അവര് ആക്രമിക്കണമെന്ന് തോന്നിയാൽ ആക്രമിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ശരിക്കും ഇവിടെ ഫേസ് ടു ഫേസ് അമേരിക്കയും ഇറാനും അല്ല, ഫേസ് ടു ഫേസ് ആയിട്ടുള്ളത് ഇസ്രയേലും ഇറാനുമാണ്. ഇപ്പം അമേരിക്ക നിശ്ചയമായിട്ടും അമേരിക്കയുടെ ബ്രോഡർ ഇൻട്രസ്റ്റുകളാണ്. പലതവണ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ആ ഗൾഫ് റീജിയനിലെ ഒരു പരിപൂർണ നിയന്ത്രണം ലഭിക്കണമെങ്കിൽ ഇറാനും കൂടി, അല്ലെങ്കിൽ ഇറാന്റെ ഭരണ നിയന്ത്രണം കൂടി അമേരിക്കയുടെ താല്പര്യത്തിനൊത്ത ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഗൾഫ് റീജിയനുള്ള പരിപൂർണ നിയന്ത്രണം അമേരിക്ക ലഭിക്കുള്ളൂ. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ പ്രാഥമിക താല്പര്യം എന്ന് പറയുന്നത് റെജീം ചേഞ്ചാണ്. ആ റെജീം ചേഞ്ച് വഴി ഒരു അമേരിക്കൻ അനുകൂലമായ ഒരു ഭരണകൂടം അവിടെ ഉണ്ടാകാം. അപ്പൊ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ക്ലിയർ ആവും. അതാണ് അമേരിക്കയെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ താല്പര്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള താല്പര്യം ആ ഏത് നിമിഷവും ഇറാനിൽ നിന്നൊരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ രാജ്യം രൂപപ്പെട്ട കാലം മുതൽ തന്നെ ആക്രമണത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവര് നിരന്തരമായിട്ട് ആക്രമണങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. അത് ഏതോ ഒരു നിമിഷം അവര് ആക്രമണങ്ങളെ ഭയപ്പെടേണ്ട എന്ന് ചിന്തിച്ചു പോയ ഒരു സമയത്താണ് ഹമാസ് ഇസ്രായേലിനെ കയറി ആക്രമിക്കുന്നു. വാസ്തവത്തിൽ ഇറാന് പറ്റിയ ഏറ്റവും വലിയ പരാജയവും കണക്കുകൂട്ടലുണ്ടായ പിഴവുമാണ് ഹമാസിനെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിപ്പിച്ചു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അവസ്ഥ വരെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. 2023 സെപ്റ്റംബർ 7-ന് 2023
ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇറാനെ ഇന്നിപ്പോ ഇത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരികയില്ലായിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ നെതന്യാഹു യുദ്ധങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന് നിരന്തരമായി മേൽക്കൈ ലഭിക്കുകയും ഈ യുദ്ധങ്ങൾക്കൊന്നും ഇസ്രായേലിന്റെ എക്കോണമിയെ തൊടാൻ പറ്റാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ എക്കോണമി മുന്നോട്ടാണ്. യുദ്ധം നടക്കുമ്പോഴും ഇസ്രായേലിന്റെ എക്കോണമി മുൻപോട്ടാണ്. ഇസ്രായേൽ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇറാന്റെ പ്രോക്സികൾ വഴി സംഭവിക്കുന്നുണ്ട്. ഹമാസ് ഇറാന്റെ പ്രോക്സിയാണ്, ഹെസ്ബുള്ള ഇറാന്റെ പ്രോക്സിയാണ്, ഹൂത്തികൾ ഇറാന്റെ പ്രോക്സിയാണ്. ഈ പ്രോക്സികളുമായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ ഇസ്രായേൽ മേൽക്കൈ നേടുന്നുണ്ട്. കൂടാതെ ഈ ഒരു 2 വർഷത്തിനിടയിലൂടെ പാലസ്തീന പ്രദേശത്തിന്, അതായത് വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും മേലെയുള്ള നിയന്ത്രണം അല്ലെങ്കിൽ കൂടുതൽ ഏരിയ പിടിയിൽ ഒതുക്കുവാൻ ഇസ്രായേൽ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇറാൻ അവിടെ മിണ്ടാതിരിക്കുമ്പോഴും ഇറാന്റെ പ്രമുഖ ലക്ഷ്യമായിരുന്നു അവരുടെ 1979 ഫോർമേഷന്റെ സമയത്ത് അവർ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പം ഇസ്രായേലിനെ കൊന്ന് ആ രാജ്യത്തെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ച ഇറാൻ അവരുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. അവരെ ആരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോ ആ രാജ്യം ഇന്ന് ഓരോ ദിവസവും അതിന്റെ ഏരിയ, അതിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. അത് വർദ്ധിപ്പിക്കുന്നത് പാലസ്തീന്റെ ചെലവിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇറാൻ തോറ്റുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറാൻ പിടിച്ചു വെക്കാൻ ശ്രമിച്ച ഒരു ഭൂമി പാലസ്തീന ഏരിയയിൽ ഇറാന്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഗാസ റീജിയന്റെ 53-54% ഏരിയ ഇസ്രായേലിന്റെ കയ്യിലാണ്. വെസ്റ്റ് ബാങ്കിൽ പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നു. വെസ്റ്റ് ബാങ്കിന്റെ സി ഏരിയ വിച്ച് മീൻസ് 60% അത് ഓസ്ലോ അക്കോർഡ്സ് വഴി തന്നെ ഇസ്രായേൽ കൈക്കലാക്കിയിട്ടുണ്ട്. അത് അന്ന് ഓസ്ലോ അക്കോർഡ്സിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ധാരണ അത് പാലസ്തീനികളെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് പാലസ്തീനെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ അത് പരിപൂർണ്ണ നിയന്ത്രണത്തിലാക്കി. അതിന്റെ ബി ഏരിയയിലും ധാരാളം സെറ്റിൽമെന്റുകൾ കൊണ്ടുവന്നത്. ബി ഏരിയ പാലസ്തീനികൾക്കും ഇസ്രായേൽക്കാർക്കും നിയന്ത്രണമുള്ള ഏരിയ ആയിരുന്നു. അത് ഏകദേശം 20% വരുന്ന ഏരിയയാണ്, 22% വരുന്ന ഏരിയയാണ്. ആ ഏരിയയിലും പുതിയ ഒരുപാട് സെറ്റിൽമെന്റുകൾ കൊണ്ടുവന്ന് അത് ഏകദേശം കൈപ്പിടിയിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പൊ സി ഏരിയ എക്സ്ക്ലൂസീവ്ലി ഫോർ പാലസ്തീനികൾ എന്ന് പറയുന്ന ആ ഏരിയയിലും ജൂതന്മാർക്ക് വില കൊടുത്ത് സ്ഥലം വാങ്ങാമെന്നുള്ള നിയമനിർമ്മാണം ഈ കഴിഞ്ഞ ദിവസം നെസറ്റിൽ പാസ്സാക്കിയ കാര്യം നമ്മൾ അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ഏരിയ പിടിക്കാൻ പോവാണ്. വിച്ച് മീൻസ് 2 സ്റ്റേറ്റ് തിയറി എന്നുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും കൂടാതെ ലോകരാജ്യങ്ങളുടെയും ഡിമാൻഡ് ആയിരുന്ന ഒരു കാര്യം ഇറാന്റെ കയ്യിലിരിപ്പ് കൊണ്ട് എളുപ്പത്തിൽ ഇസ്രായേലിനെ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ലോകശ്രദ്ധ മുഴുവൻ ഇറാന്റെ ഈ പ്രശ്നത്തിലേക്ക് നിൽക്കുന്ന ആ സമയത്ത് ഇസ്രായേൽ വളരെ തിരക്കിട്ട് ഈ പാലസ്തീന റീജിയൻ മാന്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവരത് കൂടുതൽ അവരുടെ റീജിയനിലേക്ക് ചേർക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഇറാനോടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇറാനിൽ സ്വന്തം പരിരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ആരെ രക്ഷിക്കുവാൻ വേണ്ടിയാണോ അവരുടെ ഈ പണം മുഴുവൻ ഒഴുക്കിയത് അത് മുഴുവൻ അവിടെ വേസ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ള നശിച്ചു തീർന്നു, ഹമാസ് തീരുന്നു. ഹൂത്തികളെ സംബന്ധിച്ച് ഏത് നിമിഷവും ഹൂത്തിയുടെ തലയിൽ അടി വീഴാം എന്നുള്ള അവസ്ഥയിൽ ഹൂത്തികൾ നിൽക്കുന്നു. കാരണം ഈ സൊമാലിലാൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വാസ്തവത്തിൽ ഹൂതിയുടെ തലയ്ക്ക് നേരെയുള്ള അമ്പുകളാണ്. അതൊക്കെ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ ഇറാനിലേക്കുള്ള നേരിട്ടുള്ള ആക്രമണം സംഭവിച്ചില്ലെങ്കിലും ഇറാന്റെ താല്പര്യങ്ങൾക്കെതിരെ നിരന്തരമായി ആ പ്രദേശങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, വിജയവും സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇറാനെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ള ചോദ്യമാണ്. അതൊരു 100% ആർക്കും നമുക്കത് ഉത്തരം പറയാൻ പറ്റില്ല. സാധ്യതയുണ്ട് എന്നേ പറയാൻ കഴിയൂ. കാരണം രണ്ടാമത്തെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ജെറാൾഡ് ഫോർഡ് ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി അബ്രഹാം ലിങ്കൻ അവിടെയുണ്ട്. എത്ര സബ്മറൈൻസ് ആ റീജിയൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അവരുടെ വാർ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ലെവലിൽ ഉള്ളതാണ്. ഇപ്പൊ ഈ നേരത്തെ മറ്റേ സാർ സൂചിപ്പിച്ചതുപോലെ വിയറ്റ്നാമിലെ യുദ്ധം പോലെയോ അല്ലെങ്കിൽ ഇറാഖുമായുള്ള യുദ്ധം പോലെയോ ഉള്ള ടൈപ്പ് യുദ്ധമല്ല. ടെക്നോളജി അങ്ങേയറ്റം മാറിപ്പോയി. കാരണം ഭടന്മാരെ ഉപയോഗിച്ചുള്ള യുദ്ധം എന്നുള്ളൊരു കാലം കഴിഞ്ഞിരിക്കുന്നു. ഇത് ആകാശത്തുള്ള യുദ്ധങ്ങൾ മാത്രമാണ്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് അവരെ തൊട്ടാൽ അവരുടെ അവിടുന്ന് വാണങ്ങൾ പോലെ മിസൈലുകൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ ഒരു സൈനിക നടപടി വേണം എന്ന് അമേരിക്ക നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു സൈനിക നടപടി ഇല്ലാതെ എങ്ങനെ റെജിം ചേഞ്ച് സാധിക്കും? റെജിം ചേഞ്ച് എന്നുള്ളത് ഒഴിവാക്കാനാവാത്ത ഒരു ഘട്ടത്തിലാണ് പോയി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാൻ ജനതയുടെ ഒരു താല്പര്യമാണത്. ഇറാൻ ജനതയോടുള്ള ആ താല്പര്യം ഒരു കമ്മിറ്റ്മെന്റ് പോലെ ട്രംപിന്റെ ഭാഗത്തുണ്ട് താനും. മാത്രമല്ല ഈ റെജീം ചേഞ്ച് ആവുകയാണെങ്കിൽ ആ എൻ്റയർ പശ്ചിമേഷ്യയിലെ സമാധാനം വരും. കാരണം ഇറാൻ എന്നുള്ളത് ഇസ്രായേലിന് മാത്രം ഭീഷണിയായിട്ടൊരു രാജ്യമല്ല, അത് എൻ്റയർ അറബ് രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം അവരുടെ ആപ്തവാക്യം തന്നെ മറ്റു രാജ്യങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നുള്ളതാണ്. അത്തരം ഒരു ആപ്തവാക്യവുമായി ഈ ലോകത്ത് നിന്ന് വേറൊരു രാജ്യവും നിലവിലില്ല.
എന്ന് പറഞ്ഞാൽ അതിനെ വേണമെങ്കിൽ ഒരു ഭീകര രാജ്യം എന്ന് വിളിക്കാം. കാരണം മറ്റൊരാളെ കൊല്ലുക എന്നതാണ് അവരുടെ താല്പര്യം. ലോകത്തിലൊരു രാജ്യത്തിന് അത്തരത്തിലൊരു മോട്ടോ ഇല്ല. അപ്പൊ അവർ ആ മോട്ടോ എടുത്ത് മുൻപിൽ വെക്കുന്നത് കൊണ്ടാണ് അവർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത അവർ തന്നെ വിളിച്ചു വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആക്രമണ സാധ്യത അശേഷം കുറഞ്ഞിട്ടില്ല, യുദ്ധ സാധ്യത അശേഷം കുറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു റീഡിംഗ്. ഞാൻ ശ്രീ ജോൺ സാമുവലിലേക്ക് വരികയാണ്. നമ്മൾ ഈ വിഷയത്തിന് മറ്റൊരു ആസ്പെക്റ്റാണ് അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് ഐക്യരാഷ്ട്രസഭയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച പരിചയമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥകൾ രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു നിർണായകമായിട്ടുള്ളൊരു ഇടപെടലുകൾ നടത്താൻ സാധിക്കാതെ പോകുന്നത്? അവരുടെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് അത്തരത്തിലൊരു ഇടപെടലുകൾ നടത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു പരിമിതി ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് നേരിടുന്നു? ശ്രീ ജോൺ സാമുവൽ. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന പ്രശ്നം അതിന്റെ സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പം അതിൻ്റെ അകത്ത് തന്നെ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ സെക്യൂരിറ്റി കൗൺസിലിന്റെ അകത്ത് ഇസ്രായേലിന്റെ വിഷയം വരുമ്പോൾ അമേരിക്ക നിശബ്ദ പുലർത്തുകയും ചൈനയും റഷ്യയും ഇപ്പം വേറൊരു വശത്തുമാണ്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കൗൺസിൽ സമവായങ്ങൾ വളരെ ദുഷ്കരങ്ങളാണ്. അതുപോലെ ജോസ് സാർ പറഞ്ഞതിന്റെ ഒരു മറുപുറം, നമ്മൾ വിചാരിക്കും ഇറാൻ ഒറ്റയ്ക്കാണെന്ന്. അങ്ങനെയല്ല. ഷാങ്ഹായ് ക്ലബ്ബ് നോക്കിയാലും ഷാങ്ഹായ് ക്ലബിന്റെ അകത്ത് ഇറാനും സെൻട്രൽ ഏഷ്യയും ഒരു പ്രധാന ഭാഗമാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്നതിന്റെ സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ വെസ്റ്റ് ഏഷ്യ മാത്രമല്ല, സെൻട്രൽ ഏഷ്യ രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രീതി പൊളിറ്റിക്കലി സാമ്പത്തികമായിട്ട് ഇറാൻ ഇപ്പോ വളരെ വൾണറബിൾ ആണ്. അതേസമയത്ത് അവര് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ചയിലായിരുന്നു. മസ്കറ്റിലും അതേപോലെ ദോഹയിലും ഒക്കെ വെച്ച് അമേരിക്കയുമായി അവരുടെ സെക്യൂരിറ്റി മിനിസ്റ്റർ ചർച്ചയിലായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഞങ്ങള് ന്യൂക്ലിയർ യുദ്ധത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയോ ഉപയോഗിക്കില്ല ഒന്ന്. പക്ഷെ അവരുടെ മിസൈൽ പ്രോഗ്രാം അവർ സ്റ്റോപ്പ് ചെയ്യത്തില്ല. അത് നോൺ നെഗോഷ്യബിൾ ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേ ഇസ്രായേലാണ് പുഷ് ചെയ്യുന്നത്. കറക്റ്റാണ്, അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഇറാന്റെ പ്രധാന തലവേദനയായിട്ട് ഇരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ അവരുടെ പ്രോക്സി ആയിട്ട് ഒരുപാട് ആയുധ സഹായം നൽകിയത് ഇറാനാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഹിസ്ബുള്ളയും അത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ സെക്യൂരിറ്റിക്ക് വേണ്ടിയും ഈ പ്രോക്സി വാറിന് വേണ്ടിയും ഒരുപാട് പൈസ, അതായത് ഞാൻ പറഞ്ഞ 60% അവരുടെ ബജറ്റ് എണ്ണയിൽ നിന്നും ഗ്യാസിൽ നിന്നാണ് വരുന്നത്. ഈ പൈസ അങ്ങോട്ട് അത് റെഡ്യൂസ് ചെയ്യാതെ വരുന്നപ്പോഴത്തേനെ അവിടെ കൊടുക്കുന്ന റേഷനും അത് നിങ്ങൾ നോക്കുമ്പോൾ ഇറാനിലെ എക്കോണമി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് എക്കോണമിയാണ്. അപ്പൊ അവിടുത്തെ ബജറ്റിന്റെ കൺട്രോൾ പോവുകയും അവിടെ അഴിമതി വരികയും ചെയ്യുമ്പോഴത്തേന് സാർ പറഞ്ഞ പോലെ അവിടുത്തെ ജനങ്ങള് വളരെ അസ്വസ്ഥരാണ്. അത് ഇപ്പോഴത് തുടങ്ങിയല്ല, അത് ആദ്യം തുടങ്ങിയത് 3 വർഷമായിട്ട് തുടങ്ങിയതാണ്. ആദ്യം പർദ്ദയ്ക്കെതിരായിട്ട് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ, സ്ത്രീവിരുദ്ധ നിയമങ്ങൾ വന്നപ്പോഴത്തേന് ഈ ഖൊമൈനിയുടെ സ്ത്രീവിരുദ്ധ നിയമങ്ങൾക്കെതിരായിട്ട് ഇസ്ലാമിക് ഗവൺമെന്റിന്റെ സ്ത്രീവിരുദ്ധ നിയമങ്ങൾക്കെതിരായിട്ട് പബ്ലിക്കില് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുകയും അനേകം സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തില് നിങ്ങൾക്കറിയാം, വളരെ ചെറുപ്പക്കാരനെ 26 വയസ്സുള്ള പയ്യനെ വെടിവെച്ച് തൂക്കിക്കൊല്ലാൻ വിധി വന്നതിന് ശേഷമാണ് ഇതിനകത്ത് ട്രംപ് ഇടപെടുന്നത്. അപ്പൊ ഉണ്ടാക്കിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പം ഇറാന് ഒരു രീതി പറഞ്ഞ അപ്പൊ ഇസ്രായേൽ പറയുന്നത് എന്താണ്, ഇറാൻ ഈസ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് വൾണറബിൾ സ്റ്റേജ് എക്കണോമിക്കലി, സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി. അത് ഇപ്പൊ അടിച്ചാൽ തീരും. പക്ഷെ ആ പണ്ട് തൊട്ട് ട്രംപ് ഒരു ബിസിനസ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം ആ 14 ദിവസത്തെ യുദ്ധത്തില് ഇവരുടെ സൈനിക മേധാവികളെയും ന്യൂക്ലിയർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇവര് വധിച്ചു ഇസ്രായേൽ. അന്ന് ഖൊമൈനിയെ വേണമെങ്കിൽ അവര് ടാർഗറ്റ് ചെയ്തിട്ട് അമേരിക്ക സമ്മതിച്ചില്ല. അപ്പൊ ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഗെയിം പ്ലാൻ ആയിരിക്കില്ല അമേരിക്കയുടെ ഗെയിം പ്ലാൻ. അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ആകാശ യുദ്ധമാണെങ്കിലും
അമേരിക്ക ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ എക്കോണമി വൾണറബിൾ ആണ്. അവരൊരു യുദ്ധത്തിന് ഈ വെനിസ്വേല എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. നിങ്ങൾ നോക്കണം, വെനിസ്വേലയിൽ തന്നെ അവര് പിന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി പോയില്ല. കാരണം അമേരിക്ക ക്വിക്ക് യുദ്ധം കൊണ്ട് ഇറാനെ പിടിച്ച് നിർത്താൻ പ്രയാസമായിരിക്കും. 2, ചൈനയും റഷ്യയും ഇതിൻ്റെ അകത്തൊരു ഫാക്ടറാണ്. ആ ഫാക്ടറിനെ നമ്മൾ കളയാനൊക്കില്ല. അപ്പൊ ഇറാനെ ഒരു ദിവസം കൊണ്ട് അടിച്ചൊതുക്കി അവിടെ കാര്യം വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ഇറാനുമായിട്ട് മറ്റ് രാജ്യങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാണ്. ഇറാനാണ് ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് വെടിവെച്ചത്. 1972 ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടാക്കിയിരുന്ന എഗ്രിമെന്റ് കാരണം 1972 ഓയിൽ ഷോക്ക് നടക്കുന്നത്. 77 അതുകൊണ്ടാണ് മിക്കവാറും രാജ്യങ്ങൾ വിദേശ കടക്കണിയിൽ എത്തിയപ്പോ ഇന്ത്യക്ക് ഇറാൻ അതേ വിലയ്ക്ക് ഓയിൽ തന്നു. ഇന്ത്യ പഞ്ചസാരയും ഗോതമ്പൊക്കെ കയറ്റി അയച്ച് ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ അന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ ഇറാനുമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾക്കുണ്ട്, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ആക്ച്വലി ഇറാന്റെ ഏറ്റവും വലിയ പ്രശ്നം, തലവേദനയും ഇറാന് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതും ഇസ്രായേലുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ഇറാൻ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. ഇറാൻ അതിൽ നിന്ന് പിന്തിരിയാതെ, അതായത് ഇപ്പം കൊമേനി ഉള്ളിടത്തോളം കാലം അവരുടെ പ്രീ ഓക്യുപ്പേഷൻ ഇസ്രായേലാണ്. പക്ഷെ ഇസ്രായേലിന്റെ ശക്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലുമായിട്ട് അവര് കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ നടത്തിയെങ്കിലും ഇസ്രായേൽ ഭയങ്കര റെസിലിയൻസ് ആണ്. ദേ പെർസിസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നയമാറ്റം ഇറാൻ ഉണ്ടായില്ലെങ്കിൽ ഇറാന് അപകടത്തിലേക്കാണ് പോകുന്നത്. ഇറാനുമായിട്ടൊരു യുദ്ധം ഒരു ദിവസം കൊണ്ട് വെനിസ്വേലയായിട്ടുള്ള യുദ്ധം പോലെ അത്ര ഈസി അല്ല. അത് ഈസി അല്ലെന്ന് പറഞ്ഞാല് സെക്യൂരിറ്റി കൗൺസിൽ മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്, ചൈനയും റഷ്യയും ഇറാനിലൊരു യുദ്ധത്തിന് വേണ്ടി സമ്മതമല്ല. രണ്ടാമത്തെ കാര്യം, യൂറോപ്പ് ഇന്നൊരു യുദ്ധത്തിന് തയ്യാറല്ല. നാറ്റോ ഈസ് ഇൻ ഇറ്റ്സ് വീക്കസ്റ്റ്. കാരണം നാറ്റോ വളരെ വീക്കായിരിക്കുന്ന ഒരു അവസരത്തിലാണ്. അപ്പൊ നാറ്റോ ഇല്ലാതെ അമേരിക്ക ഒരിക്കലും യുദ്ധത്തിന് പോയിട്ടില്ല. ഇന്ന് അതുകൊണ്ടൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ എളുപ്പമല്ല ഒരു യുദ്ധം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും കാഴ്ചപ്പാട്. കാരണം യുദ്ധം ഉണ്ടായാൽ അത് 3 ദിവസം കൊണ്ടൊന്നും തീരുന്നതല്ല എന്നുള്ളത് അത് അമേരിക്കയ്ക്ക് അറിയാം. ഇറാൻ ഈസ് എ വെരി സ്ട്രാറ്റജിക് ലൊക്കേഷൻ. ഒരു വെസ്റ്റ് ഏഷ്യയിലെ മാത്രമല്ല, സെൻട്രൽ ഏഷ്യയായിട്ടും ചൈനയായിട്ടും ഒക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇറാൻ. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഫൈറ്റ് എ വാർ. ഇന്ത്യ പോലും അതിന് അനുകൂലമായി നിൽക്കില്ല. കാരണം ഇന്ത്യക്ക് വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ശ്രീ ജോസ് ടോൺ മല്ലികശ്ശേരിയിലേക്ക് വരികയാണ്. നേരത്തെ ശ്രീ ജോൺ സാമുവൽ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയുടെ ഗെയിം പ്ലാൻ ആയിരിക്കത്തില്ല ഇസ്രായേലിൻ്റെ ഗെയിം പ്ലാൻ. ഇപ്പം നേരത്തെ ആ 12 ഡേ വാറിലൊക്കെ ആണെങ്കിൽ ഇസ്രായേലാണ് ആദ്യം കയറി അടിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ ചർച്ച ഇങ്ങനെ അനന്തമായിട്ട് നീളുന്നു. ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ കരാറിൻ്റെ ഭാഗമായി വരുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഒരുക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു കണ്ണും പൂട്ടിയുള്ള ഒരു അടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പിന്നെ അമേരിക്ക അതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തെ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും? അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കാൻ ഇടയുണ്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട്? ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഗെയിം പ്ലാൻ ഡിഫറെന്റ് ആയതുകൊണ്ടാണല്ലോ ഈ നെതന്യാഹുവിന് 7ാം പ്രാവശ്യം കൊണ്ട് ഓടേണ്ടി വരുന്നത്. നെതന്യാഹു ഈ US പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ട്രംപിന്റെ മേലെയുള്ള പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ട്രംപിന് മനംമാറ്റം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ട്രംപിനെ ഏറ്റവും അധികം നമ്മൾ ഈ ചർച്ചകൾ ശ്രദ്ധിക്കുമ്പോൾ ഈ നെതന്യാഹുവിന്റെ ഓരോ യാത്രയും ഫ്രൂട്ട്ഫുൾ ആണ്. ഇപ്പൊ ട്രംപിന്റെ വീക്ക്നെസ്സുകൾ, അല്ലെങ്കിൽ ട്രംപിനെ എവിടെ പിടിച്ചാലാണ്, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്താലാണ് ട്രംപിനെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റാന്ന് ഈ ലോകത്തിന് ഏറ്റവും കൃത്യമായി അറിയുന്ന നെതന്യാഹു ആണെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. കാരണം ആ ട്രംപിന്റെ ഒരു വാനിറ്റി ഉണ്ട്. ആ വാനിറ്റി അങ്ങേയറ്റം പാമ്പർ ചെയ്തുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കുകയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുകയും പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സിഗ്നലിലൊക്കെ അദ്ദേഹം അത് കാണിക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹം അവിടെ പോകുന്നത് അദ്ദേഹം ചിന്തിക്കുന്ന വഴിക്ക് ട്രംപിനെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇവർ ഈ പത്രക്കാരോട് പറഞ്ഞതൊന്നും അല്ല അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അവർ ചർച്ച ചെയ്തിട്ടുള്ളത്
ടാക്ടിക്കൽ ഇഷ്യൂസ് ആണ്. അതായത് ഒരു വാർ ഉണ്ടായാൽ അതിനെ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാം, എങ്ങനെ അതിന്റെ ദിവസങ്ങൾ കുറച്ചെടുക്കാം എന്നതിനെ സംബന്ധിച്ചുള്ളത് തന്നെയാണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ളത്. അല്ലാതെ ഡിസ്കഷൻ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതല്ല. ഡിസ്കഷൻ അതിന്റെ വഴിക്ക് നടക്കും. അപ്പൊ ഡിസ്കഷൻ അതിന്റെ വഴിക്ക് നടക്കുകയും അത് പിന്നെ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയും സൈനിക നിലയും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മനസ്സിലാക്കി ഇറാൻ വഴിക്ക് വരികയാണെങ്കിൽ, വഴിക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർ ന്യൂക്ലിയർ എൻറിച്ച്മെന്റിന്റെ ആവശ്യം ഇറാൻ ഇല്ല. അത് ഇറാൻ ലോകത്തിൽ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവില്ല. ഞങ്ങൾക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇറാൻ ആവില്ല. കാരണം അവിടെ എത്രയോ ആവശ്യത്തിലധികം അവരുടെ ആവശ്യത്തിലധികം, ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ പറ്റാനുള്ള ഓയിൽ അവരുടെ കയ്യിലുണ്ട്. ആ ഓയിൽ ഉള്ളത് പിന്നാണെങ്കിൽ അവർക്ക് ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിനേക്കാൾ എത്രയോ ചീപ്പായി ഡീസലിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ന്യൂക്ലിയർ എനർജിയുടെ പിന്നാലെ പോകണം? അപ്പൊ ന്യൂക്ലിയർ എനർജിയുടെ പിന്നാലെ പോവുകയും ഇത് എൻറിച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും അത് വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിന് വേണ്ടിയാണ്. അവർ വെപ്പൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഴയ മുദ്രാവാക്യമാണ് ഡെത്ത് ടു അമേരിക്ക ആൻഡ് ഡെത്ത് ടു ഇസ്രായേൽ. അതിന് അവർക്ക് അത് ഉള്ളൂ ഒറ്റ ഉത്തരം. അതുകൊണ്ട് അവർ വേണ്ടെന്ന് വെക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ പോലും അവർ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1500 കിലോമീറ്ററോളം വരും. അത് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ചാണ്. ഇപ്പൊ ബാലിസ്റ്റിക് മിസൈലുകൾ ആ ഒരു കാറ്റഗറിയുള്ള മിസൈലുകൾ ഇറാൻ നിർമ്മിക്കരുത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആവശ്യം. ക്രൂസ് മിസൈലുകളാവാം. ക്രൂസ് മിസൈലുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 800 കിലോമീറ്റർ താഴെയാണ്. അത് ഇസ്രായേലിലേക്ക് എത്തില്ല. അപ്പൊ ആ ഒരു കാര്യം അവർ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പറയും. പ്ലസ് ഈ ഹെസ്ബുള്ള, ഹമാസ്, ഹൂത്തി ഈ പറയുന്ന സാധനങ്ങളെ ഫൈനാൻസ് ചെയ്യുന്ന പരിപാടി നിർത്തണമെന്ന് പറയും. അപ്പൊ ഇറാൻ പറയും ഞങ്ങൾ ഇതിന്റെ ആളല്ല, ഇവര് ഞങ്ങളുടെ ആൾക്കാരൊന്നും അല്ല, അവർ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ പറയും. പക്ഷെ ഇസ്രായേൽ അതിന് ധാരാളം തെളിവുകൾ കൊടുക്കാനുണ്ടാവും. അപ്പൊ നെഗോസിയേഷൻ ടേബിളില് ഇറാൻ റീസണബിൾ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ സോവറിറ്റി അവിടെ ഉണ്ട്. അവരുടെ സോവറിറ്റി ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ അവരുടെ മുദ്രാവാക്യം അവിടെ ഉണ്ട്. അവരുടെ രാജ്യം തുടങ്ങിയ സമയത്ത് അവർ പ്രഖ്യാപിച്ച മുദ്രാവാക്യം ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ജ്യൂസ്, ഡെത്ത് ടു അമേരിക്ക എന്നുള്ള മുദ്രാവാക്യം അവിടെ ഉണ്ട്. അതവർ പിൻവലിച്ചിട്ടില്ലല്ലോ. ആ മുദ്രാവാക്യം അവിടെ നിൽക്കുമ്പോൾ അവരുടെ സോവറിറ്റിയും ഈ മുദ്രാവാക്യം തമ്മിലൊരു കോംപ്രമൈസ് അവർ എത്തേണ്ടി വരും. ആ കോംപ്രമൈസ് ആണ് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് പറ്റുക, അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി പറ്റിയല്ല. ആ ഒരു നിലയിലേക്ക് ഇറാൻ വരികയാണെങ്കിൽ യുദ്ധം ഒഴിവാകും. അല്ലാതെ യുദ്ധം ഒഴിവാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു റെജീം ചേഞ്ച് എന്നുള്ളത് ഇന്നെവിറ്റബിൾ ആണ്. അവിടുത്തെ റെജീം ചേഞ്ച് വെനസ്വേലയിലെ റെജീം ചേഞ്ച് പോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ജോൺ സാബുവിന് പറഞ്ഞതുപോലെ വളരെ ശരിയുമാണ്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തുമെന്നാണ് നമുക്ക് സമയമെടുക്കും എന്തായാലും. പക്ഷെ കഴിഞ്ഞ തവണ നെഗോസിയേഷന്റെ ഇടയിലൂടെയാണ് ആക്രമണം ഉണ്ടായത്. 4ാം സ്റ്റേജ് നെഗോസിയേഷൻ കഴിഞ്ഞ് 5ാം സ്റ്റേജ് നെഗോസിയേഷന്റെ തലേന്നാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായിട്ട് ഇറാനെ ആക്രമിക്കുകയുണ്ടായിട്ടുള്ളത്. ഇപ്പൊ നെഗോസിയേഷൻ നടക്കുന്നു എന്നതുകൊണ്ട് യുദ്ധം ഒഴിവായി എന്ന് പറയാനാവില്ല. വളരെ വ്യക്തമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും പന്ത് ഇറാന്റെ കോർട്ടിൽ തന്നെയാണ്. ഇറാനാണ് തീരുമാനിക്കേണ്ടത് ഈ സംഘർഷം വേണോ വേണ്ടയോ എന്നുള്ളത്. ഇറാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ മുദ്രാവാക്യങ്ങൾ, ഈ കൊല മുദ്രാവാക്യങ്ങൾ അവർ ഒഴിവാക്കുക. ഒപ്പം തന്നെ മേഖലയിൽ സമാധാനം പുലരട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശംസിക്കാം. യുദ്ധം ഒഴിവാവട്ടെ. അതേസമയം തന്നെ ഇറാനിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാകട്ടെ. അവരെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ മത ഭരണകൂടം അവിടെ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെടട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോൺ സാമുവൽ, ഒപ്പം തന്നെ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, രണ്ടുപേർക്കും നന്ദി.